ഹായ് ഫ്രണ്ട്സ്, ഹോം മേക്കേഴ്സ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇന്ന് അവധിയുള്ള ദിവസമാണ് പിള്ളേർക്ക്. അപ്പോൾ ഞാൻ ഓർത്ത പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാം പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാം. വാ. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആക്കാം. അപ്പം ഞാൻ പറഞ്ഞുതരാം ഓരോന്നൊക്കെ ആയി. അപ്പോൾ 2 മുട്ട വേണം നമുക്ക്. 2 മുട്ട ആദ്യം ഞാൻ ഒഴിക്കുന്നു ബൗളിലേക്ക്. ഒഴിച്ചിട്ട് ഇത് 1 ബൗൾ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ അനുസരിച്ച് പഞ്ചസാര എടുക്കാം. മധുരം വേണ്ടിയവർ കുറച്ച് മധുരം വേണ്ടിയവർ കുറച്ച് പഞ്ചസാര എടുക്കാം. ഇനി ഞാൻ 1 ബൗൾ എടുക്കണേ. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് 1 ടീസ്പൂൺ വെനില എസൻസ്, പിന്നെ 1 ബൗളിൽ പകുതി ബൗൾ ഓയിൽ എടുത്താൽ മതി. വെജിറ്റബിൾ ഓയിലാണ് എടുക്കേണ്ടത്. പിന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ ഇച്ചിരി ഉപ്പ്, കുറച്ച് ഉപ്പ് മതി. ഇത് മിക്സ് ചെയ്യണം. പിന്നെ ഈ 200 ഗ്രാം മൈദ നമ്മൾ എടുത്ത് വെച്ചില്ലേ, അതിടണം. എല്ലാം കൂടി ഇടല്ലേ, കുറേച്ച് മിക്സ് ചെയ്യണേ. നമ്മൾ എല്ലാം ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച് പാലില്ലേ, അത് നമ്മൾ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെ ദോശമാവിനെക്കാട്ടി ഇച്ചിരി കട്ടി മതി. ഇങ്ങനെ കട്ടിയല്ലേ, അധികം വേണ്ട, കുറച്ച് നമുക്ക് ഒഴിച്ച് ചൂടാൻ തക്കോണം. പാൽ ഞാൻ എടുത്ത് പാലിന് ഇപ്പോൾ ഇത്ര പാൽ ബാലൻസ് ഉണ്ട്. ബാക്കി ഞാൻ പാൽ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനിലോട്ട് ഒഴിക്കാം. ഇത് പരത്തണ്ട, ചെറുതായിട്ട് ഒഴിച്ചാൽ മതി. പരത്തേണ്ട ആവശ്യമില്ല, അത് കട്ടിയായിട്ട് തന്നെ ഇരിക്കും. കണ്ടിട്ടുണ്ട് ഒരു സൈഡ്. അപ്പം നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ ബ്രൗണിഷ് കളറാവണം. തീ അധികം വെക്കല്ലേ, കുറച്ച് ചെറുതായിട്ട് തീ വെച്ചാൽ മതി. അപ്പോൾ വേവും അത് പെല്ലെ. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതങ്ങ് മാറ്റാം. അപ്പം ഇങ്ങനെ തന്നെ വേറെ നമുക്ക് ഒഴിച്ചെടുക്കാം. ഇതുണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. പരത്തിയൊന്നും വേണ്ട. നമ്മൾ ഒഴിക്കുമ്പോഴത്തേനും അത് നമ്മുടെ ബാറ്റർ അനുസരിച്ച് കാണും. നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം, അത് ലൂസായി പോവല്ലേ. വെള്ളം ഒഴിക്കല്ലേ, പാല് മുട്ടയ്ക്കകത്തും പാലിനകത്തും മിക്സ് ചെയ്യുന്നത്. എന്തുവാണ് റിസൾട്ട് അറിയാം. നമ്മളിവിടെ ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. 2 ഗസ്റ്റുകൾ ഇരിക്കുക കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ കഴിച്ചിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. കഴിച്ചോ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഇത് നിങ്ങൾ ഹണിയുടെ കൂടെയും കഴിക്കാൻ നോക്കും. ഹണിയോ ചോക്ലേറ്റോ എന്താ വേണ്ട, 2 കൂടെ കഴിക്കാൻ നോക്കും. അപ്പോൾ അലനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ.